നോമ്പ് 5-ാം ചൊവ്വ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ. കല്ലെറിഞ്ഞു കൊല്ലപ്പെടേണ്ട പാപമാണ് വ്യഭിചാരം എന്നതാണ് മോശയുടെ നിയമം. അങ്ങനെ പിടിക്കപ്പെട്ട ഒരുവളെ യേശുവിൻ്റെ മുമ്പിൽ അവർ കൊണ്ടുവന്നു. എന്നാൽ വധശിക്ഷ വിധിക്കാൻ റോമാക്കാർക്ക് മാത്രമാണ് അവകാശം. യേശു സമുദായ നിയമം പാലിക്കുമോ അതോ റോമൻ നിയമം പാലിക്കുമോ എന്നവർക്കറിയണം. ഏതു തീരുമാനമെടുത്താലും അവനെ കുറ്റക്കാരനാക്കാം എന്ന കള്ളക്കളിയായിരുന്നു അവരുടേത്. എന്നാൽ അവളെ പാപത്തിലേക്ക് വലിച്ചിഴച്ച കൂട്ടുപ്രതികളെയാണ് യേശു അന്വേഷിച്ചത്. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഇതു കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. യേശുവിൻ്റെ ഈ ചോദ്യം ഓരോ ന്യായീകരണ തൊഴിലാളികളുടെയും ചെവിയെ മുഴുങ്ങിക്കേൾക്കേണ്ട ശബ്ദമാണ്. ദൈവനീതിയും മനുഷ്യനീതിയും കണ്ടകവിരുദ്ധങ്ങളാണ്. മനുഷ്യൻ്റെ നീതി വിട്ടുവീഴ്ചയില്ലാത്ത കാർക്കശ സ്വഭാവമുള്ളതാണെങ്കിൽ യേശുവിൻ്റെ നീതി കാർക്കശവും അതിലേറെ കാരുണ്യവും അലഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. നിയമം മനുഷ്യനു വേണ്ടിയാണ്. തെറ്റിൽ വീണ വ്യക്തിയുടെ നന്മയും വളർച്ചയുമാണ് ദൈവം കാംക്ഷിക്കുന്നത്. ഞാനും നിന്നെ വിധിക്കുന്നില്ല, പക്ഷേ മേലിൽ പാപം ചെയ്യരുത്. അവിടുന്ന് പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിനുമേൽ വർദ്ധിച്ചു. നിയമജ്ഞരെക്കാളും ഫരിസേയരെക്കാളും ആ സ്ത്രീയുടെ അവസ്ഥയും അതിനുള്ള കാരണവും യേശുവിനറിയാം. അവനെന്തോ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു, വിധിക്കരുത്, എന്നാൽ നീയും വിധിക്കപ്പെടുകയില്ല. വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത്. കള്ളസാക്ഷി നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത്. ചിന്തിക്കാൻ സമയമെടുത്ത് യേശു നിലത്ത് കുറിച്ച കാര്യങ്ങൾ കണ്ടതും അവർ സ്ഥലം വിട്ടതായി എഴുതപ്പെട്ടിരിക്കുന്നു. അത് അവർക്കെതിരെയുള്ള ഏതോ വിധിവാചകമായിരുന്നിരിക്കാം.